അറിയാം എന്ന പരിപാടിയിൽ അരുവിപ്പുറത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ അരുവിപ്പുറത്തെത്താം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നെയ്യാറിന്റെ തീരത്താണ് ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന നദി, ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, മനസ്സിന് ശാന്തിയേകുന്ന അന്തരീക്ഷം. വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ നിർണായകമായ ഒരിടം കൂടിയാണിത്. നെയ്യാറിന്റെ ഈ ഒഴുക്കിന് പറയാനുള്ളത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ കഥയാണ്. 1888, കൃത്യമായി പറഞ്ഞാൽ കൊല്ലവർഷം 1063 കുംഭമാസം. ജാതി ചിന്തകളും ഐത്തവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം. ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താൻ പോലും എല്ലാവർക്കും അവകാശമില്ലാതിരുന്ന അക്കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെത്തുന്നത്. ശിവരാത്രി നാളിൽ അർദ്ധരാത്രിയോടടുത്ത് ഗുരു നെയ്യാറിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി ഒരൊറ്റ കല്ലെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. ആ പാറപ്പുറത്ത് ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ബ്രാഹ്മണർക്ക് മാത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അവകാശമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന ഗുരുവിന്റെ മറുപടി കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ ഇടിമുഴക്കമായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ വെറുമൊരു ക്ഷേത്ര നിർമ്മാണമല്ല, മറിച്ച് ഐത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെയുള്ള നിശബ്ദമായ വിപ്ലവമായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചുമരിൽ ഗുരു കുറിച്ചിട്ട വരികൾ ഇന്നും ലോകത്തിന് മാതൃകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ വരികളാണ് അരുവിപ്പുറത്തിന്റെ ആത്മാവ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച മഹത്തായ ദർശനം പിറന്ന മണ്ണാണിത്. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മഠവും പൂന്തോട്ടവും എല്ലാം വന്നെത്തുന്നവർക്ക് വല്ലാത്തൊരു ആത്മീയ അനുഭൂതിയാണ് നൽകുന്നത്. ജാതി മതഭേദമന്യേ ആർക്കും കടന്നു വരാവുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേദാരമാണിവിടം.